ദിവസം മുമ്പ് പച്ചവെളിച്ചം ചേരിക്കൽ മുക്ക് അതുപോലെ തന്നെ കേളോത്ത് റോഡ് എന്നെക്കുറിച്ചൊരു വാർത്ത നൽകിയിരുന്നു. ഈ വാർത്ത ഒരു വർഷം മുമ്പ് നൽകിയിരുന്നു, മഴക്കാലത്ത്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡ് പൊതുവെ പൊട്ടിപ്പൊളിഞ്ഞതാണ് എന്ന കാര്യം. എല്ലാ റോഡും പൊട്ടിപ്പൊളിഞ്ഞതാണ്. പയ്യന്നൂരിലെ ഒട്ടുമിക്ക ഇടറോഡുകളും പൊട്ടിപ്പൊളിഞ്ഞത്, അതിലൊരു തർക്കമില്ല. അതുകൂടാതെ ഈ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് ഉയർത്തി, അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഉയർത്തി, നടുക്കുള്ള പ്രദേശം ഉയർത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രെയിനേജ് സൗകര്യവുമില്ല. അതിനൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ നിരന്തരമായിട്ട് ആളുകൾ ഈ വെള്ളം, അത് കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിൻ്റെ ഒരു ദുരിതം. അതുകൂടാതെ ഇതിൽ കാലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ രോഗം ഉറപ്പാണ്. എന്തെങ്കിലും കാക്ക പൊട്ടലോ ഇതെല്ലാം ഉണ്ടെങ്കിൽ രോഗം ഉറപ്പാണ്. ആ രീതിയിൽ ഉള്ളൊരു വിഷയമുണ്ട്. അതുകൂടാതെ ഇതിലൊക്കെ കൊതുക്, പിന്നെ കൂത്താടികളൊക്കെ വളരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വെള്ളം, ഒരു മഴ പെയ്താൽ വെള്ളം തൊട്ടടുത്ത വീടുകളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള ആളുകൾ ഈ വെള്ളം പിന്നെ ഒഴുകിക്കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ചില അറേഞ്ചുകൾ നടത്തുകയാണ്. ആ വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അതിൽ ഒരു ജനകീയ വിഷയമുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുക എന്നത് ആണ് നമ്മുടെ സംവിധാനങ്ങളുടെ പ്രത്യേകത. അതിൽ നഗരസഭയാണ് അതിന് ഒരു മുൻകൈ എടുക്കേണ്ടത്. ആ ഒരു മുൻകൈ നഗരസഭ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള പൊതുപ്രവർത്തകന്മാർ ആ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിൽ ആര് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായാലും അതിൽ രാഷ്ട്രീയം, അതുപോലെ തന്നെ അതിൽ വേറെ മുഖമോ പച്ചവെളിച്ചത്തിനില്ല. ഈ ഒരു ജനങ്ങളുടെ ദുരിതമാണ് ഇതിലൂടെ യാത്ര ചെയ്യുക. ഇതിലൂടെ പല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ പല ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പ്രയാസങ്ങൾ ആണ് പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഈ വെള്ളം ഒഴുക്കി കളയുന്നതിനും ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണ് ഇവർക്ക് ഇവിടെ പൊതുപ്രവർത്തകന്മാർക്ക് പറയാനുള്ളത് എന്ന് തേടും. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച. കച്ചേരി രമേശൻ ഉണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ആണ് ഇതിന് ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത്. എന്താണ് കച്ചേരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഞാൻ ഈ നാട്ടിലത്തെ മുമ്പത്തെ കൗൺസിലർ കൂടിയാണ് 95 മുതല്. കൗൺസിലർ മാത്രമല്ല, ഈ നാട്ടിലത്തെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷെ ഇപ്പൊ മരിച്ച സമയത്ത് ഇപ്പം കൊണ്ട് വരാൻ സാധ്യതയില്ല, സമയം കിട്ടാറുള്ളൂ. പക്ഷെ എപ്പോഴും വരുമ്പോൾ ഈ വെള്ളം വല്ലാത്തൊരു പ്രയാസം കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സൂക്കേട്, കാലിൽ ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അത് വെള്ളം നീക്കണം എന്നുള്ള ഒരു കൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് പണിക്കാളെ ആക്കിയിട്ട്, നമ്മളെ കൂടി ഇപ്പോൾ അത്ര ആരോഗ്യമില്ലല്ലോ, പണിക്കാളെ ആക്കിയിട്ട് വെള്ളം നീക്കുക ചെയ്യുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരിൽ ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായങ്ങളും വ്യത്യാസത്തിനല്ലല്ലോ നമ്മൾ മെനക്കെടുന്നത്. സാമൂഹ്യ പ്രശ്നമാണ് ഇത്. മാസങ്ങളായിട്ട് കിടക്കുന്ന വെള്ളം ഇനി മഴ പോയി കഴിഞ്ഞാൽ ഈ വെള്ളം നിൽക്കൂല, വെയിലത്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് മറ്റേ നിവൃത്തിയില്ലു. അതുകൊണ്ട് തൽക്കാലം വെള്ളം ഒഴിവാക്കാനുള്ള സംവിധാനം ആക്കുകയും ബാക്കി മുനിസിപ്പാലിറ്റി ആലോചിച്ചിട്ട് ഇതിനൊരു ഓർഡർ പണിയേണ്ട സംവിധാനം സമീപത്തിലെ ആൾക്കാരുടെ സ്ഥലത്ത് നിന്ന് കുറേശ്ശെ എടുത്തുകൊണ്ട് എല്ലാവരോടും നേരിട്ട് സമീപിച്ചിട്ട് സമാധാനമായിട്ട് സമീപിച്ചിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. ഇപ്പൊ തൽക്കാലം കെട്ടിക്കിടക്കുന്ന വെള്ളം കളയുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ സ്വന്തം ചെലവിൽ തന്നെ ചെയ്യുന്നത്. മുൻ കൗൺസിലർ എന്ന രീതിയിൽ നാട്ടിലത്തെ ഒരു പ്രതിനിധി എന്നല്ലേ. ഇന്നിവിടെ എത്തിയത് എങ്ങനെയാണ്? രാമേന്ദ്ര ഭട്ടം മരിച്ച സമയത്ത് വന്നതാണ്. ഇന്നലെ വന്നേരം ഇത് കണ്ട്, ഇന്നലെ വന്നേരല്ല വന്നോടൊക്കെ കാണാൻ നിൽക്കലുണ്ട്. അതായത് ആളെ കിട്ടിയില്ല ഇത് ചെയ്യാൻ. എന്നെ കൊണ്ട് പത്ര ആരും ഇല്ല ഒറ്റക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇത് കൊണ്ട് വെള്ളത്തിൻ്റെ സമയത്ത് റോഡ് മുറിച്ച് കിടത്തിട്ട് വെള്ളം വിട്ടിട്ടുണ്ട്, വീട്ടിൽ കിടത്തുന്ന വെള്ളം. അപ്പൊ ഇതെല്ലാം നമ്മൾ ജനങ്ങൾ തന്നെ ചെയ്യേണ്ട, മുനിസിപ്പാലിറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കേസേ ഇല്ലൂ. അതുകൊണ്ട് ഈ ബാക്കി റോഡ് ആക്കണമെങ്കിൽ വലിയ ചിലവുണ്ട്, അതിന് മുനിസിപ്പാലിറ്റിന്റെ വേണം. ഇപ്പൊ വെള്ളം നയിക്കാൻ വേണ്ടി ചെറിയ ചിലവേ ഉള്ളൂ. അത് നമ്മ തന്നെ നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് തൽക്കാലം കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാതെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ തരത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ചെയ്യാൻ പറ്റും നാട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് മുൻകൈ എടുക്കാൻ എന്നെ പോലെ കുറച്ച് ആൾക്കാർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു പ്രശ്നമില്ല. താങ്ക് യു.